നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അൻവർ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് CPM-നെ ഒന്നാകെ ഉലയ്ക്കുന്നു. അൻവറിനെ അനുനയിപ്പിക്കാനും ഉള്ള ശ്രമങ്ങൾക്കും ചില പാളിച്ചകൾ ഉണ്ടാകുന്നു. അൻവറിനെ അനുനയിപ്പിക്കുന്നതിനൊപ്പം പി ശശിയെയും ADGP അജിത് കുമാറിനെയും ഒക്കെ സംരക്ഷിക്കേണ്ട ചുമതലയും പിണറായി വിജയനുണ്ട്. അല്ലെങ്കിൽ ജയിലിലാകും. അൻവറിനെ അനുനയിപ്പിച്ചില്ലെങ്കിൽ സർക്കാർ തന്നെ ഇല്ലാതാകും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ. പോലീസിനെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതിന് വിരുദ്ധമായി ഇന്നലെ അൻവർ തന്റെ വാട്സപ്പ് നമ്പർ പ്രസിദ്ധീകരിച്ചത് ഭരണത്തെ കളിയാക്കാനാണെന്നും സൂചന. അൻവറിനെതിരെ CPM കടുത്ത അതൃപ്തിയിലുമാണ്. CPM-നെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഒക്കെ പിന്തുണച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും തള്ളിപ്പറഞ്ഞുമുള്ള PV അൻവർ MLA-യുടെ പ്രതികരണത്തിൽ CPM-ന് അതൃപ്തിയാണുള്ളത്. പോലീസിനെതിരെ വാട്സപ്പ് നമ്പർ പുറത്തുവിട്ടതും പാർട്ടിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. KT ജലീലിന്റെ നീക്കം ശരിയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് അൻവറിന്റെ ഈ പ്രകോപനപരമായ തന്റെ ഫോൺ നമ്പർ പുറത്തുവിട്ടുകൊണ്ടുള്ള പ്രകടനം. പോലീസിനെതിരെ പരാതി അറിയിക്കാനുള്ളവർക്ക് അക്കാര്യം തന്നെ 8304855901 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാമെന്നും അൻവർ പറഞ്ഞിരുന്നു. ഇതിനെ സമാന്തര സംവിധാനമായി CPM കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി. പോലീസിനെ നല്ല രീതിയിൽ പിണറായി നയിക്കുന്നുണ്ട് എന്നാണ് CPM പറയുന്നത്. CPM-ന് തുടർഭരണം കിട്ടിയതിൽ ഈ മികവ് നിർണായകമാണെന്നും പറയുന്നു. ഈ സാഹചര്യത്തിൽ പോലീസിനെ വിശ്വസിക്കരുതെന്ന സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകാൻ വാട്സപ്പ് നമ്പർ സാഹചര്യമൊരുക്കും. പോലീസിനെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നാണ് CPM-ന്റെ നിലപാട്. അൻവറിന്റെ ഈ പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രിയും അസംതൃപ്തിയിൽ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ച് കുറച്ചു സമയത്തിന് ശേഷമാണ് അൻവർ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവർ പരാതി എഴുതി തന്നിട്ടില്ലെന്നും എഴുതി തന്നാൽ അന്വേഷിക്കാമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നും പരാതി എഴുതി കൊടുത്തിട്ടില്ലെന്നും അൻവറും വ്യക്തമാക്കി. താൻ പാർട്ടി വേദികളിലോ പാർലമെന്ററി പാർട്ടിയിലോ പറയാതെ പൊതുവേദിയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത് ഒരു സ്വതന്ത്രൻ എന്ന നിലയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് എന്നാണ് അൻവറിന്റെ വാദം. ADGP അജിത് കുമാറിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്താൽ മുഖ്യമന്ത്രി അത് വായിച്ചു നോക്കി നേരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും. അത് അവിടെ ഇരിക്കും, ഒരനക്കവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പൊതുസമൂഹത്തോട് ഇക്കാര്യം പറഞ്ഞതെന്നും അൻവർ വ്യക്തമാക്കുമ്പോൾ മുഖ്യമന്ത്രിയിലുള്ള അവിശ്വാസം തന്നെയാണ് അവിടെ രേഖപ്പെടുത്തുന്നതും. ഈ നിലപാടിനോടാണ് CPM-ന് കൂടുതൽ അതൃപ്തി. മുഖ്യമന്ത്രിയെ പരിഹസിച്ച ഈ നിലപാട് CPM അംഗീകരിക്കില്ല എന്നാണ് സൂചന. മുഖ്യമന്ത്രിയെക്കുറിച്ച് ആദരവോടെയും പ്രശംസിച്ചും സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ തൊട്ടുതാഴെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി മുതലുള്ള എല്ലാവരെയും വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് അൻവർ. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്ന ചോദ്യം പോലും അൻവർ ഇപ്പോൾ ചർച്ചയാക്കുന്നു. സോളാർ തട്ടിപ്പ് കേസിൽ പ്രവർത്തകരെ തല്ലുകയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തതിൽ ADGP അജിത് കുമാറിനൊപ്പം 1-2 പേർ കൂടി പങ്കുണ്ടെന്നും അവരെക്കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തിനകം P ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി എഴുതി നൽകുമെന്നൊക്കെ അൻവർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ അദ്ദേഹം അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറുമെന്നും പിന്നീട് ആ പരാതിയിൽ ഒരു ചുക്കും നടക്കില്ലെന്നുമുള്ള തന്റെ പ്രതികരണം മുഖ്യമന്ത്രിക്ക് അല്ലെന്നും അൻവർ പറയുന്നുണ്ട്. നിരവധി പാർട്ടി പ്രവർത്തകർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ P ശശിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അൻവറും. എന്നാൽ ഇനി P ശശിക്കെതിരെ പരാതി എഴുതി നൽകുമെന്നാണ് അൻവർ പറയുന്നത്.